US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗസ ഏറ്റെടുക്കൽ പ്രഖ്യാപനം വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ ട്രംപിന്റെ നീക്കത്തെ എതിർത്ത് രംഗത്ത് വന്നു. വിഷയത്തിൽ പ്രതികരണവുമായി ഹൂതികളും എത്തിയിരിക്കുന്നു. തത്സമയ പ്രതികരണത്തിൽ ഹൂതി നേതാവ് അബ്ദുൽ അൽ ഹൂതി ട്രംപിനെ വിഡ്ഢി എന്നാണ് വിശേഷിപ്പിച്ചത്. ഗസ ഒഴിപ്പിക്കാനുള്ള നീക്കം ട്രംപിന്റെ വിഡ്ഢിത്തമാണെന്നാണ് ഹൂതി നേതാവ് പറയുന്നത്. അതിനിടെ ഗസയിൽ വെടിനിർത്തൽ ലംഘിച്ചാൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി. ഇറാന്റെ പിന്തുണയുള്ള വിമത ഗ്രൂപ്പ് ചെങ്കടലിലെ ആക്രമണം നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തിയാൽ ചെങ്കടലിലെ ആക്രമണം വീണ്ടും തുടങ്ങുമെന്നാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകുന്നത്. അതിനിടെ വെടിനിർത്തൽ കരാർ ലംഘിക്കരുതെന്ന മുന്നറിയിപ്പ് ഹമാസും ഇസ്രായേലിന് നൽകിയിരിക്കുന്നു. വെടിനിർത്തൽ കരാർ മാത്രമാണ് ഗസയിലുള്ള ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഏക മാർഗമെന്നാണ് ഹമാസ് നേതാവ് സമി അബു സുഹ്രി റോയിറ്റേഴ്സിനോട് പറഞ്ഞത്. ശനിയാഴ്ചയ്ക്കകം ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് മറുപടിയായാണ് സമി അബു സുഹ്രി നയം വ്യക്തമാക്കിയത്. ഇരുകക്ഷികളും കരാർ പാലിക്കണം. ഇസ്രായേൽ ബന്ദികളെ തിരികെ കൊണ്ടുവരാനുള്ള ഒരേ ഒരു മാർഗമാണത്. ഭീഷണി വേണ്ട, അത് കാര്യങ്ങൾ സങ്കീർണമാക്കും, അബു സുഗ്രി വ്യക്തമാക്കി. വെടിനിർത്തൽ കരാർ പ്രകാരം ജനുവരി 19 മുതൽ ഹമാസ് ബന്ദികളെ വിട്ടയക്കാൻ തുടങ്ങിയിരുന്നു. അതിനിടയിൽ ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടർന്നു. ഇത് ഹമാസിനെ പ്രകോപിപ്പിച്ചു. ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഹമാസ് ബന്ദിമോചനം നിർത്തിവെക്കുകയാണെന്ന് തിങ്കളാഴ്ച അറിയിച്ചു. ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഗസയിൽ താൽക്കാലിക വെടിനിർത്തൽ യാഥാർത്ഥ്യമായത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതു മുതൽ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന പ്രസ്താവനകൾ ചില്ലറയൊന്നുമല്ല ഹമാസിനെയും ഇറാൻ ചേരിയെയും അലോസരപ്പെടുത്തുന്നത്. തുടർന്നാണ് വെടിനിർത്തൽ കരാറിൽ നിന്ന് ഹമാസ് പിന്മാറിയത്. വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിക്കുന്നു, അതിനാൽ ബന്ദികളെ വിട്ടയക്കുന്നത് നിർത്തിവെക്കുമെന്ന കടുത്ത നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന ട്രംപിൻ്റെ പ്രസ്താവനയാണ് ഇപ്പോൾ കാര്യങ്ങൾ തകിടം മറിച്ചത്. ഹമാസ് ബന്ദികളെ വിടുന്ന ദൃശ്യങ്ങൾ നാസി തടങ്കൽ പാളയത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരെ അനുസ്മരിപ്പിക്കുന്നു, ഇത് ക്ഷമ കെടുത്തുന്നു എന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നത് നിർത്തിയത്. ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം മോചിപ്പിച്ച 3 ഇസ്രായേലി ബന്ദികൾ അവശനിലയിലായിരുന്നു. ഇത് പരാമർശിച്ചാണ് ട്രംപ് വിമർശനവുമായി എത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസം ദോഹയിലെത്തിയ ഇസ്രായേൽ പ്രതിനിധി സംഘം മടങ്ങുകയും ചെയ്തു. ഗസയിൽ ശേഷിക്കുന്നത് 76 ബന്ദികളാണ്. കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറുകയും ചെയ്യുന്ന രണ്ടാം ഘട്ടം വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ച ഈ മാസം 4-ന് ആരംഭിക്കേണ്ടതായിരുന്നു. വെടിനിർത്തൽ കരാർ ലംഘനം ഇസ്രായേൽ തുടരുന്ന സാഹചര്യം മുൻനിർത്തിയാണ് ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം നിർത്തിവെച്ച് ഹമാസ് കടുത്ത നടപടികൾ തുടരുന്നത്. വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ നിരന്തരം ലംഘിക്കുന്ന ഇസ്രായേൽ സമീപനം തിരുത്താതെ ഇനി ബന്ദിമോചനമില്ലെന്നാണ് ഹമാസിൻ്റെ മുന്നറിയിപ്പ്.